സ്പന്ദനത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റെസ്ലിങ്ങിലെ ബേസിക് സ്കിൽസ് ആണ്. നമ്മൾ ബേസിക് സ്കിൽസ് യൂസ് ചെയ്യുന്നത് എപ്പോഴും സ്റ്റാർട്ടിംഗ് ബേസിലായിരിക്കും. നമ്മളെപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ബേസിക് സ്കിൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഓരോ സ്കിൽസ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതും. പിന്നെ ബേസിക് സ്കിൽസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു സ്കില്ലിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം അത് പഠിക്കുന്നത് നമ്മൾ ഈ ബേസിക് സ്കിൽസിലൂടെ ആയിരിക്കും. ഏതാനും 3-4 ബേസിക് സ്കിൽസ് ഉണ്ട് നമുക്കത് എന്തായാലും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബേസിക് സ്കിൽസ് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് 2 കാര്യങ്ങൾ നോക്കാറുണ്ട്: ഗ്രിപ്പ് ആൻഡ് ഹോൾഡ്. നമുക്ക് കുറേ ടൈപ്സ് ഓഫ് ഗ്രിപ്സ് ഉണ്ട്, ഹോൾഡ്സും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം ഹോൾഡിങ് എങ്ങനെയാണ് പഠിക്കാം. ഹോൾഡിങ് ലൈക്ക് ഫസ്റ്റ് ഹോൾഡ്, ഒരു കയ്യിൽ പിടിക്കുന്ന രീതി. ഫസ്റ്റ് ഈ ഫുൾ അറൗണ്ട് എപ്പോഴും ഹോൾഡ് വരുമ്പം സ്ട്രെയിറ്റ് ക്യാച്ചാണ് വരുന്നത്. ഓൾ ഓപ്പണർ സൈഡ്. ഈ ഹോൾഡിനാണ് നമ്മളെപ്പോഴും ബേസിക് സ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നാളെ നേരെ പോയി ഹോൾഡ് ചെയ്തൊരു കൈ, ഈ കൈനെ ഫസ്റ്റ് ബേസിക് സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ ആം ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ കൈനെ ബേസിക് സ്ട്രെയിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്തു. പിന്നെ നേരെ ഹോൾഡ് വരുന്നത് മുട്ടിന് മേളിലേക്കാണ്. മുട്ടിന് മേളിലേക്ക് എത്ര ലെവലിൽ വേണം നമുക്ക് കയറ്റി പിടിക്കുന്ന കൈ എപ്പോഴും ഫുൾ ഓപ്പൺ ആയിട്ടാണ് പിടിക്കേണ്ടത്. ഈ ക്യാച്ച് പോലെയല്ല നമുക്ക് എപ്പോഴും അടുത്ത ക്യാച്ച് വരുന്നത് ഫുൾ ഓപ്പൺ ഹാൻഡ് ക്യാച്ച് ചെയ്തു ഡ്രാഗ് ചെയ്യുവാണ് സൈഡിലോട്ട്. സ്പീഡ് ഫോമിൽ വരുമ്പോൾ നേരെ ഹോൾഡ് ഡ്രാഗ് ബാക്ക് മൂവ്മെൻറ്റൂടെ വരുന്നുണ്ട്. ലെഗിലെ സൈഡ് മൂവ്മെൻറ്റ്, നമ്മൾ റെസ്ലിംഗ് മുമ്പേ പറഞ്ഞ പോലെ സൈഡ് മൂവ്മെൻറ്റ്സ്. ഫസ്റ്റ് ഹോൾഡ്, ഡ്രാഗ്, മൂവ്മെൻറ്റ് ബാക്ക്. ഇതാണ് മെയിനായിട്ട് വരുന്നത്. നമുക്ക് നമ്മുടെ ഗ്രിപ്സ് നോക്കാം. നമുക്ക് ഒരാളെ ഹോൾഡ് ചെയ്യാൻ എങ്ങനെ പഠിച്ചു, പക്ഷെ നമ്മൾ ഗ്രിപ്പ് നോക്കിയില്ല. ഗ്രിപ്പ് എന്താണെന്ന് പറയുമ്പോൾ ഹോൾഡ് ചെയ്ത് നമ്മളിപ്പോൾ ആം ഡ്രാഗ് ചെയ്ത് വലിച്ചു വരുന്ന ഓപ്പണന്റിനെ എങ്ങനെയാണ് ഗ്രിപ്പ് ചെയ്യുന്നത്. ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ പോയി ഒരാളെ കെട്ടിപ്പിടിക്കാൻ പറ്റും. ഏറ്റവും ടൈറ്റിൽ എങ്ങനെ ഒരാളെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓപ്പണൻറ്റ് നമ്മളെ ബ്രേക്ക് ചെയ്യാൻ നോക്കിയാലും നമ്മുടെ ഗ്രിപ്പ് എത്ര ടൈറ്റ് ആണോ അതനുസരിച്ച് നമുക്ക് അടുത്ത സ്കില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ചിലവർ പോയി ഈ കെട്ടുപിടിക്കും. ഇതൊരിക്കലും ടൈറ്റ് ഗ്രിപ്പല്ല. ഇങ്ങനെ വന്ന് ഈ പിടുത്തം, ഇതൊരു ഗ്രിപ്പല്ല. ഇങ്ങനെ വിരലിൽ ഇങ്ങനെ പിടിക്കുന്ന അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ഗ്രിപ്പ് വരില്ല. ഫസ്റ്റ് ഗ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോങ് ഗ്രിപ്പിൽ നിന്നാണ്. ഈ ഗ്രിപ്പിൽ നിന്ന് ക്ലോസ് ചെയ്ത് വരുമ്പോൾ സെക്കൻഡ് ഗ്രിപ്പ് വരുന്നത് ഇൻ ഗ്രിപ്പ്, ഫുൾ വിരലകത്ത് വന്നിട്ട് മറ്റേ കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുന്നത്. തേർഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വന്നിട്ട് ലോങ് ഗ്രിപ്പ്. മെയിൻലി ഈ ഗ്രിപ്പ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ലിഫ്റ്റ് ചെയ്യാനായിരിക്കും. അടിയിൽ നിന്നാണേലും ക്ലോസ് ചെയ്യുന്നതാണേലും ലിഫ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഗ്രിപ്പ് ഇതാണ്. ടൈറ്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഗ്രിപ്പ് ഇതുമാണ്. ഈ ഗ്രിപ്പ് എപ്പോഴും ക്യാച്ചിങ് ഗ്രിപ്പായിരിക്കും. നമ്മൾക്കിതിൽ യൂസ് ചെയ്യേണ്ടത് ക്യാച്ചിങ് ഗ്രിപ്പാണ്. ഡ്രാഗ് ചെയ്തു, ബാക്ക് മൂവ്മെൻറ്റ് വന്നു, മൂവ്മെൻറ്റിലൂടെ തന്നെ ക്യാച്ച്, ടൈറ്റ്, ലിഫ്റ്റ്, ഡൗൺ. ഇതാണ് ഗ്രിപ്പ് വരുന്നത്. പോട്ടെ, ഗ്രിപ്പും കൂടെ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ലിഫ്റ്റ് ചെയ്യുക. ആം ഡ്രാഗ് ഒക്കെ സ്റ്റോപ്പ്. ആം ഡ്രാഗ് എന്ന് പറയുന്ന പോലെ തന്നെ ഡബിൾ ഹാൻഡ് ബ്രേക്കിംഗ് ഉണ്ട്. ചിലവർ വന്നിട്ട് നേരെ കയ്യിൽ വന്നിട്ട് 2 കൈയും കൂടെ ഹോൾഡ് ചെയ്യും. റെസ്ലിങ്ങിൽ മെയിനായിട്ട് കണ്ടുവരുന്നൊരു സ്റ്റാൻസാണ്. നേരെ അറിയാത്തവരാണെങ്കിലും അറിയുന്നവരാണ് ചിലപ്പോൾ 2 കൈക്ക് വന്ന് ഹോൾഡ് ചെയ്യും. ചിലർക്ക് അറിയാം ഇതെങ്ങനെ പൊട്ടിക്കണമെന്ന്. ചിലർ കിടന്ന് ഇങ്ങനെ കൈ വലിച്ചുകൊണ്ടിരിക്കും. അതിൽ കാര്യമില്ല. ജസ്റ്റ് സ്ട്രെയിറ്റ് ഹോൾഡ് ചെയ്യുന്ന കൈനെ, ചിലപ്പോൾ ആം ഡ്രാഗ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും. ഹോൾഡ് ചെയ്യുന്ന കൈനെ ഒന്നെങ്കിൽ മറ്റേ കൈ ഉപയോഗിച്ച് പൊട്ടിച്ച് കളയുകയോ അല്ലെങ്കിൽ ഇവിടെ നേരെ തന്നെ കൈ വലിക്കുകയോ ചെയ്യാം. അല്ലാത്ത പക്ഷം ചുമ്മാ കിടന്ന് വെപ്രാളപ്പെടേണ്ട ഒരാവശ്യമില്ല. സ്റ്റേ കാം. ഓക്കെ, ഞാൻ പിടിച്ചു. ഓക്കെ, പൊട്ടിക്കും. എങ്ങനെ പൊട്ടിക്കുന്നത്? പൊട്ടിച്ച് കളയാൻ കൈ കൊണ്ട്. ഡ്രാഗ് എങ്ങനെ വരുന്നത്? 2 കൈ ഹോൾഡ് ചെയ്യുമ്പോൾ ഡ്രാഗും വരുന്നുണ്ട്. ഹോൾഡ്, ഡ്രാഗ്. ഇവൻ ചെയ്ത ഡ്രാഗ് ഇപ്പോൾ ഫുൾ ഹാൻഡ് ഗ്രിപ്പാണ്. ഇതല്ല ഡ്രാഗിൽ വരേണ്ടത്. എപ്പോഴും ഡ്രാഗ് ചെയ്യുമ്പോൾ മുട്ടിന് മേലോട്ട് ഫുള്ളി പിടിച്ച് വലിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ പിടിച്ചാൽ വരില്ല,
ഇങ്ങനെ പിടിച്ചാലും നമുക്ക് ശരിക്കും ഒരാളെ വലിക്കാൻ പറ്റില്ല. ഒരു ഹുക്ക് പോലെ തന്നെ വലിക്കണം. ഈ ഹുക്കാണ് മെയിനായിട്ട് വരേണ്ടത്. എത്ര മേലോട്ട് കയറുന്നു അത്രയും ഒരു കുഴപ്പമില്ല. വെയിറ്റ് ബോഡി വെയിറ്റ് ഇട്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി. ദ സെക്കൻഡ് മെയിൻ ഗ്രിപ്പ്. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്ന ഡ്രാഗിൽ ബോഡി ഫുൾ കോണ്ടാക്റ്റ് ആണ് വരുന്നത്. നേരെ നമ്മൾ വലിക്കാനാണ് നോക്കുന്നത്. ഇതിൽ ബോഡി കോണ്ടാക്റ്റ് കൂടെ വന്നിട്ടാണ് റൊട്ടേഷൻ വരുന്നത്. നെക്സ്റ്റ് ബേസിക് സ്കിൽ എന്ന് പറയുന്നത് ഡക്ക് അണ്ടറാണ്. ഡക്ക് അണ്ടർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോൾഡ് വരുന്നത് നമ്മുടെ നെക്ക് ഹോൾഡ് വരും. ബേസിക് സിറ്റുവേഷനായ നെക്ക് ഹോൾഡ് വരുമ്പോൾ ഓപ്പണൻറ്റിൻ്റെ മുട്ടിൽ ഈ ഗ്രിപ്പിൽ നിന്ന് നമ്മൾ നേരെ ചേഞ്ച് ചെയ്ത് അണ്ടർ ഗ്രിപ്പിലേക്ക് വരും. ഈ ഗ്രിപ്പിൽ നിന്ന് ഓപ്പൺ ആക്കിയിട്ട് ലെവൽ ചേഞ്ച് ചെയ്യുന്നത്. ലെവൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ സ്കോട്ട് ഡൗൺ. ഇതാണ് നമ്മുടെ ലെവലെങ്കിൽ ലെവൽ ചേഞ്ച്. നേരെ സിറ്റ് ചെയ്യുന്നു, അടുത്തൊരു മൂവ്മെൻറ്റ് വെക്കുന്നു, റൊട്ടേറ്റ് ചെയ്ത് പോകുന്നു. ഇതാണ് മെയിനായിട്ട് ഈ സ്കില്ല് വരുന്നത്. ബാ ഹോൾഡ് ലെവൽ ചേഞ്ച്. ലെവൽ ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് വെക്കുമ്പോഴാണ്. ബാക്കിലത്തെ ലെഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇതാണ് ലീഡെങ്കിൽ ലീഡ് എടുത്ത് വെച്ചാൽ മതി. ബാക്കിലാണ് ലെഗെങ്കിലും ലീഡ് പോകണം. പൊസിഷനിൽ നിന്ന് ഗ്രിപ്പ് ചേഞ്ച്, ലീഡ് വെക്കുന്നു, ലെവൽ ചേഞ്ച്, റൊട്ടേറ്റ്. ഇതാണ് ഗ്രിപ്പ് വരുന്നത്. ഗ്രിപ്പോടെ ഇട്. രണ്ട് സൈഡും ചെയ്യാം കേട്ടോ. ഗുഡ്. ഈ പറഞ്ഞ രണ്ട് സ്കിൽസിനും വേറെ വേരിയേഷൻസും ഉണ്ട്. പല രീതിയിലും നമുക്കിത് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ് ടെക്നിക്കായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് വേറെ സ്കിൽസും ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ബേസിക് സ്കിൽസ് നമ്മൾ പറയുന്ന രണ്ട് സ്കിൽസ്. ഇനിയും ഉണ്ട് നമുക്ക് ബേസിക് സ്കിൽസ്, പക്ഷേ ഇതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ബിഗിനേഴ്സിനാണേലും പ്രൊഫഷണൽസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്ന സ്കിൽസ് ഇത് രണ്ടെണ്ണമാണ്. നമ്മളിപ്പോൾ ചെയ്ത രണ്ട് സ്കിൽസ് ബേസിക്കായിട്ട് റിസ്ലേഴ്സ് എല്ലാവരും ചെയ്യുന്ന ഒരു സ്കിൽസാണ്. അത് ബിഗിനേഴ്സ് ആണേലും പ്രൊഫഷണൽസ് ആണേലും എല്ലാ ദിവസവും ചെയ്തു വരുന്നൊരു സ്കിൽസാണ്. നമ്മുടെ ഡെയിലി റൊട്ടീനിൽ നമ്മൾ റോളിംഗ് പോലെ തന്നെ ചെയ്യുന്ന രണ്ട് സ്കിൽസാണിത്. പിന്നെ നമ്മൾ ഏത് സ്കിൽ ഓപ്പണിങ് ചെയ്യുകയാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ട ഒരു സ്കിൽ ഇത് തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ബേസിക് സ്കില്ലിലേക്ക് കയറി പോകുന്നത്. പിന്നീട് റെസ്ലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ് റെസ്ലിംഗ്. കുട്ടികളാണേലും മുതിർന്നവരാണേലും ആർക്ക് വേണേൽ പഠിക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ഒരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു സ്പോർട്ട് തന്നെയാണ്. ബട്ട് പഠിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്നൊരു ഇവൻ്റ് കൂടിയാണ് റെസ്ലിംഗ്. വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ് കുട്ടികളുടേത്. പരമാവധി അവരെ റെസ്ലിംഗിലേക്ക് ഇറക്കുക എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. സീ. നമസ്കാരം, പുതിയൊരു സ്പന്ദനം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓവർ റേറ്റഡ് അല്ലെങ്കിൽ ഹൈപ്ഡ് ആയിട്ടുള്ള ബോട്ടോക്സ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സലൂണിൽ പോയാലും ബൊട്ടോക്സ് എന്ന് പറയും, അതുപോലെ ഇതേപോലെയുള്ള ക്ലിനിക്സിൽ പോയാലും ബൊട്ടോക്സ് എന്ന് പറയും. ആക്ച്വലി സലൂണിൽ ചെയ്യുന്ന ബൊട്ടോക്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഹെയർ ആണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ മിസ്നോമർ. ആൻഡ് ബോട്ടോക്സ് ബേസിക്കലി എന്ന് പറയുന്നത് ബോട്ടുലിനം ടോക്സിൻ. അതെന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ടോക്സിനാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസിനാണ് എസ്തറ്റിക്സിൽ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു ന്യൂറോ മസ്കുലർ മോഡുലേറ്ററാണ്. നമ്മുടെ മസിൽസ് ആൻഡ് നെർവ്സ് ഒരു സിഗ്നൽ വഴി, ഒരു കെമിക്കൽ സിഗ്നൽ, അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിൻ്റെ സിഗ്നൽ വഴിയാണ് മൂവ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് മൂവ് ചെയ്യുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ്, മോസ്റ്റ്ലി ഫോർഹെഡിൽ ചില ആൾക്കാർ ജസ്റ്റ് ഒന്ന് നെറ്റിപ്പൊക്കുമ്പോൾ ഒരു 4 വരി ചുളിവുകൾ, അതുപോലെ തന്നെ ചിരിക്കുമ്പോൾ കണ്ണിൻ്റെ സൈഡിലുള്ള ചുളിവുകൾ, അതൊക്കെയാണ് മോസ്റ്റ്ലി ബോട്ടോക്സിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുക. ഇത് എടുക്കാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൺസൾട്ടേഷന് വന്ന ഒരു മിഡിൽ ഏജ്ഡ് ഒരാൾ, 42 ഇയേഴ്സ് ഉള്ളൊരു മെയിൽ, ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു, ഞാനിപ്പോൾ ഒത്തിരി ടയേർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ നല്ലതായിട്ട് ഉറങ്ങി, നല്ല ഫുഡ് കഴിച്ചു, എന്നിരുന്നാലും എൻ്റെ ആ ഒരു പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ കൊളീഗ്സ്
അവിടെ നിൽക്കുമ്പോൾ എൻ്റെ കോൺഫിഡൻസിനെ അത് ബാധിക്കുന്നുണ്ട്. ഐ ലുക്ക് സോ ടയേർഡ് ആൻഡ് ഇമാഷിയേറ്റഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ, അത് കുറച്ച് ഈ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് ഫേസിലുള്ളത് കൊണ്ടാണ്, ദാറ്റ് ക്യാൻ ഈസിലി ബി അറസ്റ്റഡ് എന്ന് പറഞ്ഞ് ഞാൻ ബൊട്ടോക്സിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദാറ്റ് ടൈം പുള്ളിക്കാരൻ എടുപിടി എന്ന് പറഞ്ഞു, അയ്യോ ഡോക്ടറെ വേണ്ട, കാര്യം ഒടിയനിലെ ലാലേട്ടനാവാൻ വയ്യ എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഒടിയൻ മൂവി ഇത്ര വർഷം പിന്നിട്ടു, എന്നാലും ആൾക്കാരുടെ മനസ്സിൽ ആ ഒരു ഫ്രീസ്ഡ് ഫേസ് അല്ലെങ്കിൽ ഒരു മാസ്ക്ഡ് ഫേസാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെയല്ല, അത് ബൊട്ടോക്സ് ഓഫൻ കംസ് വിത്ത് എ വെരി ബാഡ് റെപ്യൂട്ടേഷൻ, അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് എന്ന്. ബൊട്ടോക്സ് എന്ന് പറയുന്നത് USFDA അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഡ്രഗാണ്. അതുപോലെ തന്നെ ഒരു 30 വർഷത്തിൽ കൂടുതലായിട്ട് എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗുമാണ്. ഏതൊരു മെഡിസിനും പോലെ തന്നെ അതിനൊരു പ്രോപ്പർ ഡോസേജ് ഉണ്ട്. അത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, അതിൻ്റെ ക്ലിയറൻസ്, അതെല്ലാം വന്നിട്ട് ഈ മെഡിസിനും ഉണ്ട്. അതുപോലെ ഓവർ ഡോസേജ് എന്ന് പറയുമ്പോൾ അതിന് സൈഡ് എഫക്റ്റും ഉണ്ടാവും. only thing is ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് തന്നെ പോകണം. അത് അല്ലാതെ എവിടെയെങ്കിലും ഇപ്പോൾ സലൂൺസിലും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ബൊട്ടോക്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. സോ അങ്ങനെയുള്ള അടുത്ത് പോയി കഴിഞ്ഞാൽ യു വിൽ ബി റിസ്കിങ് യുവർ ലൈഫ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നെന്ന് പറയുന്നത് ഞാൻ കുറച്ചധികം മിത്ത് അബൌട്ട് ബോട്ടോക്സ് ബസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. പലർക്കും അറിയണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ. ചില ആൾക്കാർ ചോദിക്കും ബൊട്ടോക്സ് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തിന് ബാഡാണോ അല്ലേ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ളൊരു മെഡിസിനാണ് ബൊട്ടോക്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് എത്ര നാളും നിൽക്കും അല്ലെങ്കിൽ വർഷങ്ങൾ പിന്നിട്ടാലും ഇതേപോലെ നിൽക്കുമോ? ഇല്ല. ഐഡിയലി ബോട്ടോക്സ് എന്ന് പറയുന്നത് 4 to 6 months ആണ് നിൽക്കുന്നത്. ഇത് ചെറുതായിട്ട് മസിലിൽ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ജസ്റ്റ് അടിയിൽ വെക്കുന്ന ഇഞ്ചക്ഷനാണ്. കുഞ്ഞു നീഡിൽസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഇഞ്ചക്ഷൻസ് വെക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ 4 to 6 months ആണ്. ഈ 4 to 6 months പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നവർ സ്വിമ്മേഴ്സിനൊക്കെ ഇത് പെട്ടെന്ന് ബോഡിയിൽ നിന്ന് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 4 to 6 months എന്ന് തന്നെ പറയുന്നത്. പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് അതിൽ കൂടുതൽ നിൽക്കുമോയെന്ന്. ചില ആൾക്കാരിൽ ഒരു 8 months വരെ നിൽക്കുന്നത് കണ്ടിട്ടുമുണ്ട്. അതുപോലെ എത്ര ഏജ് തൊട്ട് നമുക്ക് ബോട്ടോക്സ് ചെയ്യാം? ഒരു 18 years കംപ്ലീറ്റ് ചെയ്തവർക്കൊക്കെ തന്നെയും ഞാൻ ബോട്ടോക്സ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റീവ് ബോട്ടോക്സ് എന്ന് പറയും. കാര്യം ചില ആൾക്കാർക്ക് വളരെയധികം ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് വരുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ആ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് നമ്മൾ കറക്റ്റ് ടൈമിൽ അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മസിൽ മൂവ്മെൻറ്റിൻ്റെ സമയത്തല്ലാതെ നോർമലായിട്ടിരിക്കുമ്പോഴും ഈ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് തന്നെ വരും. സോ അത് അങ്ങനെ വന്നിട്ട് അത് കുറച്ചും കൂടെ ഡീപ്പ് ആവുകയും അതുപോലെ തന്നെ റെസ്റ്റിംഗ് സ്റ്റേജിലും ആ ഫൈൻ ലൈൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതിനാണ് പ്രിവെൻറ്റീവ് ബോട്ടോക്സ് എന്ന് പറയുന്നത്. ആ പ്രിവെൻറ്റീവ് ബോട്ടോക്സ് എത്ര നേരത്തെ ചെയ്യുന്നോ അത് അത്രയും നല്ലതാണ്. കാര്യം ഈ ലൈൻസ് അങ്ങ് സ്മൂത്തൻ ആവുകയും ഈവൻ ഔട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് മാത്രമല്ല, എസ്തെറ്റിക്സിന് പുറമേ ഈ ബോട്ടോക്സ് ശരിക്കും പറഞ്ഞാൽ ഓർത്തോപീഡിക്സിലും ഡെൻറ്റിസ്ട്രിയിലും റീഹാബിലിറ്റേഷൻ, ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈവൻ ന്യൂറോളജിയിൽ വരെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഈ ബോട്ടോക്സ് എന്ന് പറയുന്നത്. ഇന്ന് ക്ലിനിക്കിൽ വരുന്ന പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, ഡോക്ടറെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയപ്പോൾ ബോട്ടോക്സ് ഗോൺ റോങ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ കണ്ണടഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് സ്മൈലായി, ചുണ്ട് ഒരു സൈഡിലോട്ട് കോടിപ്പോയി, അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താ? ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്ന്. ഒരിക്കലും മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് അല്ല. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇഞ്ചക്ടറിൻ്റെ ഒരു എബിലിറ്റി ആണത്. അപ്പോൾ എപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി തന്നെ ഇഞ്ചെക്റ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ അതുകൊണ്ടാണ് റെപ്പറ്റേറ്റീവ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നത്. ബിക്കോസ് ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ
ഒരു നല്ല ട്രെയിനിങ് വേണം, അതുപോലെ തന്നെ ഇഞ്ചെക്ഷൻ സ്കില്ല് വേണം. സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൈ? ബിക്കോസ് ഈ ഒരു വെച്ചേക്കുന്ന മരുന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് വേറെ എവിടോട്ടെങ്കിലും മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൺഡിസൈഡ് ആയിട്ടുള്ള എഫക്ട്സ് ആയിരിക്കും ഫലമുണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയണേ. ഒരുപാട് ആൾക്കാർ ഒരു സമ്മർ ടൈമൊക്കെ ആകുമ്പോഴത്തേനും കൂടുതൽ എൻക്വയറി വരുന്നത് എക്സസീവ് സ്വെറ്റിങ്ങിന് ബൊട്ടോക്സ് യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഗൂഗിളിൽ കണ്ടു. യെസ്, ഓഫ് കോഴ്സ് ഹൈപ്പോഹൈഡ്രോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് നമുക്ക് ബൊട്ടോക്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹൈപ്പോഹൈഡ്രോസിസ് എന്ന് പറയുന്നത് ഒരു പരിധിയിൽ കൂടുതൽ സ്വെറ്റ് ഗ്ലാൻഡ്സ് ആക്ടിവേറ്റ് ആവുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ നനഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അതിപ്പോൾ കൂടുതൽ ആൾക്കാർ എൻക്വയറി വരുന്ന അണ്ടർ ആംസ് ആണ്. അത് സമ്മർ സീസണിൽ മെയിൻലി വരാറുണ്ട്. ചില ആൾക്കാർ നല്ല തേച്ച് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ടാലും അവരുടെ അണ്ടർ ആംസിൻ്റെ ഏരിയയിൽ വിയർപ്പിൻ്റെ ഒരു വലിയ പാച്ച് കാണും. അതുപോലെ സിൽക്കായിട്ടുള്ള കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോഴും ഇതേപോലെ കുറച്ച് പാച്ചസ്, സ്വെറ്റിൻ്റെ പാച്ചസ് വിച്ച് ഇസ് എംബാരസിങ്, അത് കാണും. സോ ഈ അടുത്തിടയ്ക്ക് കുറച്ച് ആൾക്കാർ ഈ ബൊട്ടോക്സ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷന് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അണ്ടർ ആം പാച്ചസ് ഒക്കെ ഓൺലൈനിൽ നിന്ന് യൂസ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ഇഞ്ചക്ഷൻ ആ തൊലിപ്പുറത്ത് വെച്ച് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് തോന്നുന്നു ഒരു 8 to 10 months വരെ ലാസ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഇത്രത്തോളം സ്വെറ്റിംഗ് ഉണ്ടാവില്ല ആൻഡ് പേഷ്യൻറ്റ് വിൽ ബി റീഗെയിനിങ് ദെയർ കോൺഫിഡൻസ്. അതുപോലെ ഈ അണ്ടർ ആം ഏരിയയിൽ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ബോട്ടോക്സ് യൂസ് ചെയ്യാൻ പറ്റുക. നമ്മുടെ ഹൈപ്പോഹൈഡ്രോസിസ് പാംസ് ആൻഡ് സോൾസ്, ചില ആൾക്കാർ സ്പെഷ്യലി സ്ത്രീകൾ ഈ മോഡൽസൊക്കെ വരും, കാല് ഭയങ്കരമായിട്ട് വിയർക്കുന്നു, അതുകൊണ്ട് ഈ ഹീലുള്ള ചെരുപ്പ് ഇടാൻ പറ്റുന്നില്ല, സ്ലിപ്പറി ആയി പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ചില ആൾക്കാർ നമുക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ കൈ വിയർത്ത് നനഞ്ഞ് കുതിർന്നിരിക്കുന്ന അവസ്ഥ കണ്ടിട്ടില്ലേ? അവർക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു പേന പിടിക്കാൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ കൂടുതലും സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, ജെൽ പേന അല്ലെങ്കിൽ മഷിപ്പേന കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല, മഷി പടരുന്നു, ബിക്കോസ് ഇത്രയധികം സ്വെറ്റ് കയ്യിൽ നിന്ന് വരുന്നത് കൊണ്ട് എന്ന്. സോ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസിന് ബോട്ടോക്സ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ സൺ ഡാമേജ് സ്കിൻ അങ്ങനെ വന്ന റിങ്കിൾസിനൊന്നും ബോട്ടോക്സിന് പോകരുത്. വൈ? ബിക്കോസ് അത് ബോട്ടോക്സ് കൊണ്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കെമിക്കൽ പീൽസോ അല്ലെങ്കിൽ റീസർഫസിങ് ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ലേസേഴ്സൊക്കെ വേണ്ടി വരും. അതുപോലെ ബോട്ടോക്സ് എഫക്റ്റീവ് അല്ലാത്തതാണ് നമ്മുടെ സ്റ്റാറ്റിക് ലൈൻസ്. വെറുതെ ഇരിക്കുമ്പോഴും ഉള്ള ഒരു ഓൾഡ് ഏജിലൊക്കെ പല ആൾക്കാരിലും ഒരു ഫ്രൗണിങ് ലുക്ക് എപ്പോഴും വരും. അതുപോലെ തന്നെ ഡ്രൂപ്പിംഗ് ഓഫ് ദ കോർണേഴ്സ് ഓഫ് മൗത്ത്, അതിങ്ങനെ ഒരു വരയായിട്ട് തന്നെ കാണുന്ന അവസ്ഥ, അതിനൊന്നും ബൊട്ടോക്സ് ശരിക്കും പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ അല്ല. പിന്നീട് ഈ അടുത്തിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ട് വന്ന ഒരു കാര്യമാണ് മൈഗ്രെയിന് ബൊട്ടോക്സ് എന്ന് പറയുന്നത്. മൈഗ്രെയിന് അത്യാവശ്യം ആ പെയിൻ മാത്രം മാറാൻ വേണ്ടിയിട്ട് ബൊട്ടോക്സ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബിക്കോസ് ലോങ് സ്ക്രീൻ ടൈം ഉണ്ട്, അല്ലെങ്കിൽ വെരി ഫ്രീക്വൻ്റ്ലി മൈഗ്രെയിൻ വരുന്നവർ, ഇപ്പം ആഴ്ച ഒരു തവണയോ 2 തവണയോ ഒക്കെ മൈഗ്രെയിൻ വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ന്യൂറോളജി ക്ലിയറൻസ് എടുത്ത് വേറെ തലച്ചോറിനകത്തുള്ള രക്തസ്രാവമോ അല്ലെങ്കിൽ BP ഹൈ ആയിട്ടിരിക്കുന്ന ടെൻഡൻസി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ബൊട്ടോക്സിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ഒരു 8 to 10 months പെയിൻ ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റും. ഞാൻ കുറേ നേരമായിട്ട് ഈ ബൊട്ടോക്സ് ആണോ ഇഞ്ചക്ഷൻ ആണോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ആർക്കെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഓരോ മസിൽസിനും അതിൻ്റെ ആ ഒരു പവർ അല്ലെങ്കിൽ എത്രത്തോളം റിങ്കിൾസ് ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡോസ് ആയിരിക്കും നിങ്ങളുടെ ഇഞ്ചക്ടർ തരുന്നുണ്ടാവുക. അതുപോലെ തന്നെ തരിപ്പിച്ചിട്ടുള്ള ചെയ്ത സ്കിന്നിൽ മൈന്യൂട്ടായിട്ടുള്ള നീഡിൽസ് യൂസ് ചെയ്തിട്ടാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അതിന് റെസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഡൗൺ ടൈം ഒന്നുമില്ല. ഓൺലി തിങ്സ് ഒരു ഹോട്ട് ഷവർ എടുക്കരുത്. അതുപോലെ തന്നെ ഒരു 5 to 7 days സ്ട്രെയിനേഴ്സ് എക്സസൈസ് ചെയ്യരുത്. ബിക്കോസ് നമ്മൾ ആ ഇഞ്ചെക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ബോട്ടോക്സ് ആ സൈറ്റിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോയി മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പിന്നെ ഉള്ളൊരു ക്രേസി ക്വസ്റ്റ്യൻ പല പേഷ്യൻസും എൻ്റെ അടുത്ത് പറയുന്നത്,
ഡോക്ടർ ഒരു തവണ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണ്ടേ എന്നാണ്. ആക്ച്വലി ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് 4 to 6 months കിട്ടും. ആഫ്റ്റർ ദാറ്റ് അത് വേണ്ട, യു വോണ്ട് ടു ലുക്ക് നാച്ചുറൽ, അല്ലെങ്കിൽ ആ ഏജിങ് പ്രോസസ്സ് അതിൻ്റെ പേസിൽ തന്നെ പോകട്ടെ എന്നുണ്ടെങ്കിൽ യു നീഡ് നോട്ട് ഡു ബോട്ടോക്സ് എഗെയിൻ. ബോട്ടോക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സയൻസ്. അതിനൊരു ഫിയറോട് കൂടി ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല. ഒരു റിങ്കിൾ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫായിട്ട് നമുക്കൊരു പ്രസൻറ്റബിൾ ഫോമിലിരിക്കാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ലോങ് ബാക്ക് എനിക്കൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫേഷ്യൽ എസിമെട്രി. ആക്ച്വലി അവരുടെ ഫേസിൻ്റെ 2 ഹാഫും വന്നിട്ട് ഓൾമോസ്റ്റ് 2 പോലെ കയറിയും ഇറങ്ങിയും ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജറിയൊക്കെ കണ്ടു. ആക്ച്വലി അതിൻ്റെ ഡെഫിനറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറിയാണ്. ആ ഡോക്ടർ അത് സജസ്റ്റ് ചെയ്തു. പക്ഷേ ചില ആൾക്കാർ സർജറി എന്ന് പറയുമ്പം ദേ വോണ്ട് ബി വില്ലിങ് ടു ഡു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നു, ഇത് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എസിമെട്രി ബേസിക്കലി നമുക്ക് ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ ഈ ബോട്ടോക്സ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ എ കൺട്രോൾഡ് വേ ആണ്. നമ്മളിപ്പോൾ ഇന്ന് ഒരാൾക്ക് ഒരു പേഷ്യൻ്റ് ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട്സ് ഒരിക്കലും കിട്ടില്ല. അതൊരു ഡേ 5 തൊട്ടായിരിക്കും നമ്മളൊരു ചെറിയ രീതിക്ക് റിസൾട്ട്സ് നോട്ടീസ് ചെയ്യുന്നത്. ആൻഡ് ഒരു 10 to 14 days വരെയും ആ റിസൾട്ട്സ് കൂടി വരും. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ സ്റ്റേ കോൺസ്റ്റൻറ്റ് ഫോർ 4 to 6 months അങ്ങനെയാണ്. സോ ആ ഒരു എസിമെട്രി, ഫേഷ്യൽ എസിമെട്രി നമ്മളൊന്ന് കറക്റ്റ് ചെയ്തപ്പോൾ ആ പേഷ്യൻ്റെ ഒരു ഒറിജിനൽ ആയിട്ടുള്ളൊരു ഫ്രൗണിങ് ലുക്ക്, എപ്പോഴും അവർക്കൊരു ഫ്രൗണിങ് ലുക്കായിരുന്നു, അത് മാറി അവർക്ക് കുറച്ചും കൂടെ കാം ആൻഡ് പീസ്ഫുൾ ആയൊരു ലുക്ക് കിട്ടി. അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസും കൂടിയതായിട്ടാണ് എനിക്കൊരു റിവ്യൂ പറഞ്ഞത്. വിച്ച് വാസ് ആക്ച്വലി ഒരാളുടെ മുഖത്തൊരു സ്മൈല് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു മൊമെൻ്റാണ് ബീയിങ് ആൻ എസ്തെറ്റിക് പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. സോ എസിമെട്രി ഒരു സർജറി പറഞ്ഞൊരു കേസ് വിത്തൗട്ട് സർജറി വി ആർ ഡീലിംഗ് ഇറ്റ്. only thing is after 6 months if she need to continue she need to take it again. അതുപോലെ തന്നെ ഈ ബോട്ടോക്സ് അപ്പാർട്ട് ഫ്രം ഫേഷ്യൽ എസ്തെറ്റിക്സ് ഞാൻ കൂടുതലും ജെനൈറ്റൽ എസ്തെറ്റിക്സിലും യൂസ് ചെയ്യുന്നുണ്ട്. അത് അതിൻ്റേതായിട്ടുള്ള ഇൻഡിക്കേഷനുണ്ട്, അതും കസ്റ്റമൈസ്ഡ് ആണ്. ഓരോ പേഷ്യൻസിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഹിസ്റ്ററി എടുത്ത ശേഷം മാത്രമായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. പിന്നീട് ഒരുപാട് ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു ബോട്ടോക്സിൻ്റെ യൂസാണ് ട്രാപ്പ് ടോക്സ് എന്ന് പറയുന്നത്. നെക്ക് സ്ലിം ചെയ്യാനും അതുപോലെ ഷോൾഡർ കുറച്ചും കൂടെ ഷേപ്പ് ചെയ്യാനും അതുപോലെ ഈ കഴുത്തിലെയും അതുപോലെ അപ്പർ ഷോൾഡറിലെയും പെയിൻ റിഡ്യൂസ് ചെയ്യാനുമായിട്ടാണ് ബോട്ടോക്സ് മെയിൻലി യൂസ് ചെയ്ത് വരുന്നത്. സോ ദാറ്റ് ആ ഒരു ഏരിയയിലെ മസിൽ സ്പാസം റിലീവ് ചെയ്യും, പെയിൻ റിലീവ് ചെയ്യും, നല്ല കോണ്ടൂർഡ് ആവുകയും ചെയ്യും. അതുപോലെയുള്ള ഒരു സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാൽ ബ്രക്സിസം അല്ലെങ്കിൽ ടീത്ത് ഗ്രൈൻഡിങ്. രാത്രി കിടക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് എൻ്റെ ഒരു പേഷ്യൻറ്റിന് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർ ഈ ഉറക്കത്തിൽ നിന്നൊക്കെ ആ ഒരു ടീത്ത് ഗ്രൈൻഡിങ് കാരണം എണീക്കുമായിരുന്നു. വൈ? ബിക്കോസ് ഈ ഒരു ഏരിയയിലുള്ള സിവിയർ പെയിൻ കാരണം. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ സൊല്യൂഷൻ ഒരുപാട് അവർ ഈ ഡെൻറ്റിസ്ട്രിയിലൊക്കെ നോക്കിയിട്ട് അത് ഓക്കെ ആവാതെയാണ് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ജസ്റ്റ് വേഗമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതും വി ഡിഡ് മെസേറ്റർ ബോട്ടോക്സ് ഫോർ ഹർ. അപ്പോഴത്തേക്കിനും ആ ഒരു മസിൽസ് റിലാക്സ് ചെയ്യുകയും ചെയ്തു. അവർക്ക് ഈ ഒരു ഏരിയ നല്ല കോണ്ടൂർഡായി എന്ന് മാത്രമല്ല ആ പെയിൻ പോവുകയും ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ബ്രക്സിസം എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ അവർക്ക് ഇല്ലാതെ അവർക്ക് കുറച്ച് കാമായിട്ടുള്ള സ്ലീപ്പ് കിട്ടിയ ഒരു ഫീഡ്ബാക്കും പേഷ്യൻസ് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ ജനറൽ ബൊട്ടോക്സ് എന്ന് പറയുന്നത് നമ്മളാരും പേടിക്കുന്ന പോലെ വലിയൊരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരുപാട് സൈഡ് എഫക്റ്റോട് കൂടിയ ഒരു മെഡിസിനോ ഒന്നുമല്ല. ഇറ്റ് ഈസ് ലൈക്ക് നിങ്ങൾ സേഫ് ഹാൻഡ്സിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ദി ട്രീറ്റ്മെൻറ്റ് വിൽ ബി സ്മൂത്ത് ആൻഡ് യു വിൽ ബി ഹാപ്പി ഫോർ എവർ. only thing is എനിക്കൊക്കെ ആണെങ്കിൽ ഓരോ തവണയും ബോട്ടോക്സ് ചെയ്യുന്ന സമയത്തെന്ന് പറയുന്നത് അടുത്തത് ഇനി എപ്പോൾ എത്ര നാൾ ഇത് നിൽക്കും എന്നുള്ള ആ ഒരു ചിന്തയല്ല. ഇറ്റ് ഈസ് ലൈക്ക് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ദ പ്രസൻറ്റബിൾ ഫോം എന്നുള്ളതാണ്. നമ്മുടെ പല കാര്യങ്ങളും ഇപ്പം മൈഗ്രെയിനൊക്കെ ആണെങ്കിലും എനിക്ക് മൈഗ്രെയിൻ്റെ ആയിട്ടുള്ള ബോട്ടോക്സ് ഞാൻ ഇതുവരെ എനിക്ക് എടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ നോർമൽ ബോട്ടോക്സ് എടുത്ത സമയത്ത് തന്നെ എൻ്റെ മൈഗ്രെയിന് കുറച്ചധികം തന്നെ വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൽ വല്ലപ്പോഴും ഒരു സ്ട്രെസ്സിൻ്റെ കൂടുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെയിൽ കൊള്ളുമ്പോഴൊക്കെയാണ് എനിക്ക് മൈഗ്രെയിൻ വരുന്നത്. ബട്ട് സ്റ്റിൽ അതുപോലും വരുന്നത്
വളരെയധികം കുറഞ്ഞതായിട്ടാണ് ഈ ബൊട്ടോക്സ് എടുത്തിട്ട്. സോ ഇറ്റ് ഈസ് എ വണ്ടർ ഡ്രഗ്. only thing is choose the right injector. കൂടുതൽ വിശേഷവുമായിട്ട് വീണ്ടും കാണാം മറ്റൊരു സ്പന്ദനം എപ്പിസോഡിൽ.